ഹായ് സുഹൃത്തുക്കളെ, പുലി വന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്ലാവിൻ്റെ ഇവിടെയാണ് ഈ പുലി വന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ പുലി വന്നു പോയത് CCTV ഇതിൻ്റെ പുറകിൽ ആ വീടിൻ്റെ ഫ്രണ്ടിലാണ് ആ CCTV ഉള്ളത്. പുലി വന്ന് പോയിട്ട് ഇതിലെയാണ് ആ പുലി പോയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പുറകിലും പാടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ RRTയും തഹസിൽദാരും വനവകുപ്പും എല്ലാവരും ഇവിടെ സജ്ജമായിരുന്നു. മെമ്പറും എല്ലാവരും ഇവിടെ വന്ന് ഇതിനെക്കുറിച്ച് അടുത്ത നടപടി എന്തെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് എല്ലാവരും പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ RRT സംഘമുണ്ട്. അവിടെ കാൽപാദങ്ങൾ കണ്ടിട്ടുണ്ട്. ആ കാൽപാദത്തിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അവരിങ്ങനെ നടക്കുകയാണ്. ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം അയനാട്ടുമഠത്തിൽ അഡ്വക്കേറ്റ് രാമൻ നായരുടെ വീട്ടിലാണ് CCTVയിൽ ഈ പുലിയെ പോലെയുള്ള ഒരു ജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുള്ളത്. ചെറങ്ങരയിലും കൊരട്ടിയിലും നാലുകെട്ടിലും പുലിയ ഭീതിയിൽ ചാലക്കുടിയും അതിൻ്റെ പിന്നാലെ ചാലക്കുടിയും പുലിയുടെ ഭീതിയിലായി. BJP മണ്ഡലം സെക്രട്ടറിയും രാമൻ നായരും അങ്കമാലി കറുകുറ്റി സ്പന്ദനത്തിനോട് സംസാരിച്ചത്. ചേട്ടൻ അറിഞ്ഞത് ഈ പുലി ഇവിടെ വന്നു കാലത്ത് 6:30 മണിക്ക് അറിഞ്ഞത്. ഇത് 24-ാം തീയതി കാലത്ത് 4:53 CCTVയിൽ വിഷം വന്നേക്കണേ. അത് മോൻ ദുബായിൽ നിന്ന് അയച്ചു തന്ന ഇൻഫർമേഷനാണ്. അതെങ്ങനെ നോക്കാൻ കാരണം? മോഹൻ ദിവസവും നോക്കും. മോഹൻ്റെ ഡെയിലി മോഹൻ നോക്കും. ആഫീസ് തിരക്ക് കാരണം അവൻ 2 ദിവസം നോക്കിയില്ല. മനസ്സിലായില്ലേ? ഇന്ന് കാലത്ത് മിനിയാന്നത്തെ പഴയ റോൾ ബാക്ക് ചെയ്തിട്ട് മിനിയാന്നത്തെ പഴയതെല്ലാം റോൾ ബാക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് ഇന്നലെ കണ്ടേക്കണത്. പിന്നെ വന്ന് കണ്ടിട്ടില്ല. നമ്മളാരും കണ്ടിട്ടില്ല. ഈ കാൽപ്പാട് മാത്രമേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ. BJP എൻ്റെ പേര് രാജേഷ് എന്നാണ്. ഇവിടെ BJPയുടെ മണ്ഡലം സെക്രട്ടറിയാണ്. അപ്പോൾ ചെറങ്ങരയിലും കൊരട്ടിയിലും പുലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ഭീതി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ചാലക്കുടി നഗരത്തിൽ തന്നെയാണ്, പട്ടണത്തിനോട് ചേർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയത്. ഇതിൻ്റെ ചുറ്റും ഈ പുഴയുടെ വെള്ളവും അതുപോലെ ഒളിച്ചിരിക്കാനുള്ള പല സാഹചര്യങ്ങളും ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇനിയും ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട, ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഇവിടെ പട്ടികളുടെ കുറേ ശല്യം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറവായിട്ട് പട്ടികളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളൊരു ഇത് കാണാൻ കഴിഞ്ഞു. ഇതിവിടെ കുറച്ച് ദിവസമായിട്ട് ചിലപ്പോൾ ഈ പുലി ഇവിടെ ഉണ്ടായിരിക്കാം എന്നുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. ചെറങ്ങരയിലും കൊരട്ടിയിലും പിന്നെ ചാലക്കുടിയിലും പുലി വന്നോ വന്നില്ലേ? പുലി ഭീതിയിൽ ചാലക്കുടിയും